ആർക്കു വേണ്ടിയാണ് അങ്ങ് കാത്തിരിക്കുന്നത്? ഇവിടം വിട്ട് മകനോടൊപ്പം പൊയ്ക്കൂടെ? നളിനി, ഇതാണ് എന്റെ സ്വർഗം. ഈ ഏകാന്തതയിൽ എനിക്ക് ആശ്വാസം പകരാൻ ദൈവമുണ്ട്. ഇവിടം വിട്ട് ഞാൻ എങ്ങോട്ടുമില്ല. നമ്മുടെ മകനോടൊപ്പം അങ്ങ് പോകണം. ഇനി എത്ര നാളെന്ന് കരുതിയാ ഇവിടെ എങ്ങനെ? നീയും നമ്മുടെ വീടും നമ്മുടെ മോളെക്കുറിച്ചുള്ള ഓർമ്മകളും അത് മാത്രമാണ് എന്റെ ലോകം. അങ്ങ് എന്തേ നമ്മുടെ മകനെ മറന്നുപോയി? അവനോടൊപ്പം അങ്ങേക്ക് പൊയ്ക്കൂടെ? ഇല്ല, ഞാൻ പോവില്ല. നീയും നമ്മുടെ രേവതിക്കുട്ടിയും ഇല്ലാത്ത അവന്റെ നഗരത്തിലേക്ക് ഞാനില്ല. ഇതെന്തിരിപ്പാണ് എൻ്റെ ചേട്ടാ? സമയം സന്ധ്യ കഴിഞ്ഞ് രാത്രിയായല്ലോ. ചേട്ടന് ഇതൊന്നും അറിയണ്ടല്ലോ. ഈ റാന്തലിന്റെ തിരിയെങ്കിലും ഒന്ന് നീട്ടി വെച്ചൂടായിരുന്നോ? ഇതെന്ത് പിഴച്ചു? എനിക്ക് കാണേണ്ടവരും എന്നെ കാണേണ്ടവരും എന്നേ പോയിക്കഴിഞ്ഞു. ഇനി എന്തിനാ വെളിച്ചം? ആർക്ക് ആരെ കാണാനാ? ചേട്ടന്റെ കൊച്ചുമോളും മോനും എന്നാ വരുന്നത്? നാളെ. അപ്പൊ നാളെ കഴിഞ്ഞ് മറ്റന്നാ വിഷു. എന്റെ പൊന്നു ചേട്ടൻ ആരെങ്കിലും വിളിച്ച് ഈ വീടും പരിസരവും ഒന്ന് വൃത്തിയാക്കിക്കൂടെ? ആ കൊച്ചു ഈ വീടിന്റെ പഴയ രൂപം ഒന്ന് കണ്ടോട്ടെ. എന്റെ കൊച്ചുമോക്ക് ഈ വീടിന്റെ മുക്കും മൂലയും മനപ്പാടമാ. അവളുടെ കുഞ്ഞിക്കാലുകൾ ഇവിടെ ഒരുപാട് ഓടിക്കളിച്ചതാ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ചേട്ടൻ ഇത്തവണ അവരോടൊപ്പം പോകുന്നുണ്ടോ? തീർന്നു, എല്ലാം തീർന്നു. പോകുന്ന കാര്യം പറഞ്ഞപ്പോ ചേട്ടന്റെ മുഖവും മാറി, മനസ്സും മാറി. അതെല്ലാം എനിക്ക് എന്നേ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇന്നെങ്കിലും ഈ അത്താഴം എടുത്തൊന്ന് കഴിക്കണേ. മഴയുടെ ലക്ഷണം കാണുന്നുണ്ട്. ഇന്നോ നാളെയോ പെയ്തേക്കും. മിക്കവാറും ഇന്ന് തന്നെ പെയ്യാൻ സാധ്യതയുണ്ട്. ആ ചേട്ടാ വാതിലും ജനലൊക്കെ നന്നായി അടച്ചു കിടക്കണേ. വല്ല ഇഴജന്തുക്കളും കയറി വരും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇതുവരെ ഇത് കഴിച്ചില്ലേ? വേണ്ടാഞ്ഞിട്ടാ മോളെ, വിശപ്പ് തീരെയില്ല. അത്താഴ്പട്ടിണി കിടന്നാലേ ആകാശത്ത് നക്ഷത്രമായി നിൽക്കുന്ന പിതൃക്കൾക്ക് സങ്കടം വരും. അവർ സദാ സമയം ഭൂമിയിലേക്ക് നോയിക്കൊണ്ടിരിക്കുക. ആരെ? നമ്മളെ. മോൾക്ക് ഇതൊക്കെ ആര് പറഞ്ഞു തന്നു? ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തരണോ എന്റെ അച്ഛാ? നമുക്ക് അറിയില്ലേ? വന്ന് വല്ലതും കഴിക്കെന്റെ അച്ഛാ. ഇനി ഒരുപാട് ദൂരമുണ്ടോ അച്ഛാ? മോൾക്കെന്താ വീട്ടിലെത്താൻ തിടുക്കമായോ? ആ, എന്താ അച്ഛാ അപ്പൂപ്പൻ ഇപ്പോഴും വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നേ? നമ്മുടെ ഒപ്പം പോന്നൂടെ? വിളിക്കാഞ്ഞിട്ടാണോ? വരണ്ടേ? സ്വന്തം ജീവനേക്കാൾ സ്നേഹമാണ് അച്ഛൻ ആ വീടിനോട്. അമ്മയെ അനുജത്തി ഉറങ്ങുന്ന മണ്ണായത് കൊണ്ടാവാം അവിടം വിടാൻ അച്ഛന് മടി. ഇപ്രാവശ്യം അപ്പൂപ്പൻ നമ്മോടൊപ്പം വരുമെന്ന് അച്ഛൻ ഉറപ്പുണ്ടോ? ഇത്തവണ അച്ഛൻ നമ്മോടൊപ്പം വന്നേ പറ്റൂ. അതിന് മോള് കൂടി മനസ്സ് വെക്കണേ. ഞാനെങ്ങനെ? നീ സ്നേഹത്തോടെ വിളിച്ചാൽ
അച്ഛനൊരു പക്ഷെ അനുസരിച്ചേക്കും. അച്ഛൻ വിളിച്ചാ വരാത്തടത്തേക്ക് ഞാൻ വിളിച്ചാൽ എങ്ങനെ അച്ഛ അപ്പൂപ്പൻ വരിക? പണ്ട് ഞാനോ അമ്മയോ പറഞ്ഞാൽ കേൾക്കാത്ത കാര്യങ്ങൾ ചിലപ്പോൾ എൻ്റെ അനുജത്തി രേവതി പറഞ്ഞാൽ അച്ഛൻ അതേപടി അനുസരിക്കുമായിരുന്നു. അപ്പച്ചി അപ്പൂപ്പൻ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ? രേവതിയെ അച്ഛന് ജീവനായിരുന്നു. അപ്പൂപ്പാ, അപ്പൂപ്പാ, ഞാൻ പാർവതി, അപ്പൂപ്പന്റെ പാറക്കുട്ടി, മനസ്സിലായില്ലേ? ആ യാത്രയൊക്കെ സുഖമായിരുന്നോ മോളെ? പരമസുഖമായിരുന്നു അപ്പൂപ്പ. എന്താ അച്ഛാ, മനുഷ്യവാസം ഇല്ലാത്ത സ്ഥലം പോലെ ആയല്ലോ ഇത്. ആകെ കോലം കെട്ട്. പരാതിയൊക്കെ പിന്നെയാകാം. എന്റെ മോളെ ഞാൻ നല്ലോണം ഒന്ന് കാണട്ടാ. മോളിങ് വന്നേ. എന്നാ പിന്നെ അപ്പൂപ്പനും മോളും കൂടി വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കെ. നിന്നെ ഞാൻ ഇത്ര ഉള്ളപ്പോ കണ്ടതാ. മോളിപ്പോ എത്രയിലാ പഠിക്കുന്നത്? ഞാനിപ്പോ +2 കഴിഞ്ഞു അപ്പൂപ്പ. ബാക്കി വിശേഷമൊക്കെ പിന്നെയാവാം. ഒരു ദൂരയാത്ര കഴിഞ്ഞ് വന്നതല്ലേ, പോയി കുളിക്കുകയോ നനയ്ക്കുകയോ. ഓ ശരി, അങ്ങനെ ആവട്ടെ അപ്പൂപ്പ, ഞാൻ ഇപ്പൊ വരാം. ആ പുറമേ നിന്നിട്ടപ്പോ ഞാൻ കരുതി വീടിനകോ അതുപോലെ തന്നെ ആയിരിക്കുമെന്ന്. ഹാ, അതാണ് നിന്റെ അപ്പൂപ്പൻ. ബാഹ്യലോകത്തെ മാറ്റങ്ങളോട് പ്രതികരിച്ചില്ലെങ്കിലും ഉള്ളിലെ നന്മകൾക്ക് ഇപ്പോഴും യാതൊരു കുറവുമില്ല. പിന്നെന്താ ഇത്രയും കാലം എന്നെ അപ്പൂപ്പന്റെ അടുത്തേക്ക് കൊണ്ടുവരാറുന്നത്? അപ്പൂപ്പൻ ഇനി തിരിച്ചറിയുന്ന പോലും ഞാൻ കരുതിയിരുന്നില്ല. അതാ മോളെ ബന്ധം. ഇത്രയേറെ മക്കളെ സ്നേഹിച്ച ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല. ആ സ്നേഹം ഈ മുറിയും നിന്റെ രേവതി അപ്പച്ചിയുടെ മുറിയും കണ്ടാൽ അറിയാം. അപ്പച്ചി സുന്ദരിയായിരുന്നോ? നിന്നെപ്പോലെ.